Subscribers question സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ആഡിംഗ് മെഷീൻ പൈത്തോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ നമ്മുടെ പൈത്തോൺ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു ഇത്. ഒരു ആഡിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. സോ അതിൽ നമുക്ക് ഓരോ തവണയും നമ്മൾ ഒരു സംഖ്യ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അതിന് മുമ്പ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ സംഖ്യയോട് കൂടി നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന സംഖ്യ കൂട്ടിയിട്ട് ഓരോ തവണയും അതിൻ്റെ സം നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിക്കണം. അതുപോലെ ഒരിക്കൽ നമ്മൾ 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം. ഈ കാര്യമാണ് കമൻറ്റ് ചെയ്ത വ്യക്തി ചോദിച്ചിട്ടുള്ളത്. സോ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ പൈത്തോണിൻ്റെ വീഡിയോക്ക് താഴെ വന്നത് കൊണ്ട് തന്നെ നമുക്കത് പൈത്തോൺ ഉപയോഗിച്ച് നമ്മളിത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഈ ഒരു ആഡിംഗ് മെഷീൻ അഥവാ ഈ ഒരു കാൽക്കുലേറ്റർ എങ്ങനെ നമുക്ക് സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ ഒരു പൈത്തോൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. നമുക്ക് നമ്മുടെ യൂസറിൽ നിന്ന് നമുക്ക് സം കാണുന്നതിനുള്ള നമ്പർ നമുക്ക് റിസീവ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മളൊരു ഇൻപുട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇൻപുട്ട്, സോ ഇതിനുള്ളിൽ നമ്മൾ എൻ്റർ യുവർ നമ്പർ ഓർ പ്രസ് 0 ടു ടെർമിനേറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുക്കാം. 0 to exit എന്ന് കൊടുക്കാം. ഈ രീതിയിൽ കൊടുക്കാം. സോ ബേസിക്കലി ഒരു നമ്പർ എൻ്റർ ചെയ്യാനാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ 0 പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യണം. സോ ഇതിനെ നമുക്ക് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ അതുപോലെ നമുക്ക് ഈ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമുക്ക് ഇൻറ്റിജർ ആയിട്ടാണ് ലഭിക്കേണ്ടത്. സോ നമ്മൾ ഇതിനെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് നമുക്ക് മാറ്റാം. ശേഷം താഴെ വന്നതിന് ശേഷം നമുക്ക് സം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സം പ്ലസ് ഈക്വൽ ടു നം എന്ന് കൊടുക്കാം. ഇതിന് താഴെ വന്നതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് നമുക്ക് സം ഈസ് ഒരു കോളൻ കൊടുത്ത ശേഷം കോമ കൊടുത്ത ശേഷം നമ്മുടെ സം എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം. എൻ്റർ യുവർ നമ്പർ ഓർ പ്രസ് 0 ടു എക്സിറ്റ്. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ പൈത്തോൺ main.py എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്പർ എൻ്റർ ചെയ്യുന്നതിന് ചോദിക്കും. സോ നമ്മൾ 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം ഈസ് 10 എന്ന് ലഭിക്കും. ഉദാഹരണമായി ഞാനിവിടെ സമ്മിൻ്റെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 10 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു കോളൻ കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഒന്നുകൂടി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമ്മളോട് എൻ്റർ യുവർ നമ്പർ എന്ന് ചോദിക്കും. ഞാനിവിടെ 12 എന്ന് കൊടുക്കുന്നു. സോ നമുക്കിവിടെ സം ഈസ് 22 എന്ന് ലഭിക്കും. കാരണം നമ്മുടെ പ്രീവിയസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരുന്നു. അതിനോട് കൂടി നമ്മൾ എൻ്റർ ചെയ്ത് 12 കൂട്ടി. സോ ഇനി നമുക്ക് വേണ്ടത് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ 0 പ്രസ് ചെയ്യുന്നത് വരെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂൻ്റെ സം നമുക്കിതുപോലെ നമ്മുടെ സ്ക്രീനിൽ ലഭിച്ചുകൊണ്ടിരിക്കണം. സോ ഈ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമ്മൾ വൈൽ എന്ന് കൊടുക്കാം. വൈൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ 0 അല്ലെങ്കിൽ സോ നമ്മൾ നം നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ വീണ്ടും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം. സോ നമുക്ക് ഈ സംഭവം ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. താഴെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെയിം ലൈനിൽ തന്നെ കൊടുക്കുക. സെയിം ഡിസ്റ്റൻസിൽ തന്നെ കൊടുക്കുക. സോ ഒരിക്കൽ നമ്മൾ 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവണം. സോ നമുക്കിവിടെ പ്രിൻ്റ് എന്ന് പറയുന്നൊരു മെസ്സേജ് കൊടുക്കാം. പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്നതുപോലെ കൊടുക്കാം. ഓക്കെ, പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്കിനി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ നമ്മൾ 1 എൻ്റർ ചെയ്യുന്നു. സോ സം ഈസ് 11 ലഭിക്കുന്നു. സോ 2 എൻ്റർ ചെയ്യുന്നു. 13, 3 എൻ്റർ ചെയ്യുന്നു. 16, 20, അതുപോലെ അതിനോട് കൂടി 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 70. ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നു. നമ്മൾ 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഗ്രാം ടെർമിനേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ലഭിക്കുന്നു. സോ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. വെറും 9 ലൈൻ കോഡ് എഴുതി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി അതുപോലെ നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്യാം. സോ 1 കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ നേരത്തെ തന്നെ നമുക്ക് 11 ലഭിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ 10 കൊടുത്തത് കൊണ്ടാണ് ഇനീഷ്യൽ വാല്യൂ. സോ നമുക്ക് 0 കൊടുത്തതിന് ശേഷം എക്സിറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ സമ്മിൻ്റെ വാല്യൂ നമ്മൾ 0 തന്നെ കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നും നോക്കാം. സോ നമ്മൾ ആദ്യം 12 എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് 12 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. ഇതിനോടുകൂടി 3. ഓക്കെ, ഇതുപോലെ ഏത് സംഖ്യ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന സംഖ്യ അതിനോടുകൂടി ഇങ്ങനെ കൂട്ടുന്നതായിരിക്കും. ഒരിക്കലും നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 0 പ്രസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സം ഈസ് 253, പ്രോഗ്രാം ടെർമിനേറ്റഡ്. സോ ഈ രീതിയിൽ വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.